നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ ലീഡിംഗ് റെസിഡൻഷ്യൽ കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. ഇതൊരു ഗുരുകുലം മെത്തേഡിലാണ് പഠിപ്പിക്കുന്നത്. കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ 3 ലെവലിലേക്കുള്ള ക്ലാസ്സുകളും ഇവിടെയുണ്ട്. എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് ആൻഡ് പ്രൊഫഷണലിന്. എൻട്രൻസ് ടെസ്റ്റിനും പ്രൊഫഷണലിനും ഓൺലൈൻ ക്ലാസ്സുകളും, എക്സിക്യൂട്ടീവിന് ഏറ്റവും കൂടുതൽ ടഫ് എന്ന് കുട്ടികൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് വിശ്വസിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കോഴ്സിന് ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. റെസിഡൻഷ്യലാണ്, ഇവിടെ വന്ന് താമസിച്ച് പഠിക്കാവുന്നതാണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഈ കോഴ്സിനുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കുട്ടികൾ വന്നാലും നമ്മൾ എടുക്കില്ല. നമുക്കിവിടെ 25 സീറ്റാണുള്ളത്. ആ 25 സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചുകളെല്ലാം ഫുള്ളാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, നിങ്ങൾക്കറിയാം കമ്പനി സെക്രട്ടറി കോഴ്സിന് ഡിസംബറിലും ജൂണിലുമാണ് പരീക്ഷകൾ നടക്കുന്നത്. 2024 ജൂണിൽ എക്സാം നടന്നു. ഓഗസ്റ്റ് 25-ന് റിസൾട്ട് വന്നു. ഇന്ന് ആക്ച്വലി 29-ാം തീയതിയാണ്. ഈ റിസൾട്ടിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റിസൾട്ട് അനാലിസിസ് മാത്രമാണ്. ഈ വീഡിയോ അങ്ങോട്ട് മുന്നിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കഴിഞ്ഞ കുട്ടികൾ, പാസ്സായ കുട്ടികൾ അവരുടെ കഴിവ് കൊണ്ടാണ് പാസ്സായത്. അതായത് എൻ്റെ കഴിവ് കൊണ്ട് അവർ പാസ്സായി എന്നുള്ള യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളുമില്ല. അതായത് എൻ്റെ കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നം മനസ്സിൽ വെച്ച് ആ സ്വപ്നം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അവർ അച്ചീവ് ചെയ്ത റിസൾട്ടാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത ബാച്ചിൽ വരുന്ന കുട്ടികൾ അവരുടെ ഡെഡിക്കേഷനാണ് അവരുടെ റിസൾട്ടായിട്ട് കാണുക. ഞാൻ കഴിഞ്ഞ 12 വർഷമായി കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. കഴിഞ്ഞ റിസൾട്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന റിസൾട്ടാണ്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ലൈഫിൽ ധാരാളം പ്രാവശ്യം ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്ത 89, 85, 80 ഒക്കെ മാർക്ക് സ്കോർ ചെയ്ത, പേപ്പർ വൈസ് എക്സിക്യൂട്ടീവിൽ സ്കോർ ചെയ്ത കുട്ടികളുണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് 15ാമത്തെ റാങ്ക് CS എക്സിക്യൂട്ടീവിൻ്റെ ഓൾഡ് സിലബസിൽ 15th റാങ്ക് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്ക്, അർത്ത CS പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ലഭിച്ചു. അത് വളരെ അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടാണ് അക്ഷയ UK എന്ന് പറയുന്ന കോഴിക്കോടുള്ള കുട്ടി വളരെ ആത്മാർത്ഥമായി ഇവിടെ വന്ന് താമസിച്ച്, സത്യം പറഞ്ഞാൽ പല സെറ്റ് ബാക്കുകളും പല ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ആ കുട്ടി പഠിച്ചത്. ഇതൊരു ഈസി വാക്കൊന്നും ആയിരുന്നില്ല എന്ന കുട്ടിയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഈ കോഴ്സ് തുടർന്ന് ചെയ്യണമോ എന്ന ചിന്തകളിൽ നിന്ന് പോലും പുറത്തേക്ക് വന്ന് ആവേശത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി എനിക്ക് കമ്പനി സെക്രട്ടറി ആകാൻ സാധിക്കുമെന്ന വിശ്വാസത്തോട് പ്രവർത്തിച്ചുകൊണ്ടാണ് അക്ഷയയ്ക്ക് 15th റാങ്ക് കിട്ടിയത്. എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. കാരണം 15ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ, കേരളത്തിൽ വേറെ ആർക്കും ഈ വർഷം റാങ്ക് ഇല്ല. അതിലെ ഏക റാങ്ക് 15ാമത്തെ റാങ്ക് നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടിക്കാണ് എന്ന് പറയുമ്പോൾ അത് സന്തോഷിക്കാവുന്ന ഒരു ഇത് തന്നെയാണ്. എന്നാൽ അത് മാത്രമാണോ ഈ പ്രാവശ്യം ഉണ്ടായത് എന്നതാണ് അടുത്ത ചോദ്യം. അല്ല. CS എക്സിക്യൂട്ടീവിന് ഇവിടെ നിന്നും 28 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 8 പേര് ഫുൾ പാസ്സാണ്. അതായത് 2 മോഡ്യൂളും പാസ്സായ 8 പേരുണ്ട്. 12 പേര് സിംഗിൾ മോഡ്യൂൾ പാസ്സായി. 3 പേർക്ക് എക്സംഷൻ ഉണ്ട്. CS എക്സിക്യൂട്ടീവിൽ 28 പേരാണ് പരീക്ഷ എഴുതി. ഞാൻ 25 പേരെ പഠിപ്പിക്കുന്നുള്ളൂ. 28 പേരാണ് പരീക്ഷ എഴുതിയത്. 12 പേരാണ് അവരെഴുതിയ ഒരു മോഡ്യൂൾ പാസ്സായത്. 8 പേര് ഫുൾ മോഡ്യൂളും പാസ്സായി, 2 മോഡ്യൂളും പാസ്സായി. ദെൻ 3 പേർക്ക് പേപ്പർ എക്സംഷൻസ് ഉണ്ട്. ഒരാൾക്ക് 15th റാങ്ക് ഉണ്ട്. അർത്ത CS ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് 15th റാങ്ക് കിട്ടുന്നത്. സോ കൺഗ്രാജുലേഷൻസ് ടു ഹർ. CS പ്രൊഫഷണലിന് ഇവിടെ നിന്ന് 9 പേര് പരീക്ഷ എഴുതി. ഇവിടെ മുൻപ് പഠിച്ചു പോയ കുട്ടികൾ പാസ്സായത് ഒഴിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 9 പേര് പരീക്ഷ എഴുതി. ഒരാൾ ഫുള്ളി ക്വാളിഫൈഡ് ആയി. 5 പേര് മോഡ്യൂൾ ക്വാളിഫൈഡ് ആയി. അവരെഴുതിയ മോഡ്യൂൾ ക്വാളിഫൈഡ് ആയി.
2 പേര് 2 മോഡ്യൂൾ ക്വാളിഫൈഡ് ആയി. അതായത് രണ്ടാമത്തെ മോഡ്യൂൾ CS എക്സിക്യൂട്ടീവിൻ്റെ പഴയ സിലബസിൽ 3 മോഡ്യൂളും പുതിയ സിലബസിൽ 2 മോഡ്യൂളുമാണ്. 5 പേര് സിംഗിൾ മോഡ്യൂൾ ക്വാളിഫൈ ആയപ്പോൾ ഒരാൾ ഫുള്ളി ക്വാളിഫൈഡ് ആയി, 2 പേര് 2 മോഡ്യൂൾ ക്വാളിഫൈഡ് ആയി. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറി കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഇതൊരു വളരെ ടഫായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണെന്നും അതുപോലെ തന്നെ ഇതിന് പാസ്സാകുന്ന ആൾക്കാരെ എണ്ണം കുറവാണെന്നും ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വളരെ വലിയൊരു ഫീസ് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സാകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അർത്ഥ CS-ന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി ക്ലാസ്സുകളാണ്. വേറെ ഒരു കോഴ്സും നമ്മളോട് പഠിപ്പിക്കുന്നില്ല, വേറൊരു ഫോക്കസും ഇല്ല. ഒരു കമ്പനി സെക്രട്ടറി എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണേണ്ടത്, എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ടീച്ചിങ് പ്ലാനാണ് അർത്ഥ CS-ന്റെ. സോ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇതായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്, പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് അർത്ഥ CS. കഴിഞ്ഞ 12 വർഷമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നു. കമ്പനി സെക്രട്ടറി മാത്രമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു റിയൽ കമ്പനി സെക്രട്ടറി ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.